ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്? എന്തൊക്കെ നാളെ നേടണം, എന്തൊക്കെ പിന്നെ ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് ഇനി കാര്യങ്ങൾ നേടാൻ പറ്റും, അങ്ങനത്തെ ഫുൾ പോസിറ്റീവ് ചിന്തകളായിരിക്കും നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ. നമ്മൾ ആരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആരൊക്കെ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ എന്നെ പറ്റിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ ചിന്തിക്കുക. നിങ്ങളുടെ പോലെ ഇല്ല, ഇത്തിരി കുശുമ്പും കുറ്റം കൂടുതലാണെന്ന് വിചാരിച്ചോ? സീനൊക്കെ ഡാർക്കാക്കിയില്ലേ? പക്ഷെ എല്ലാവരും എന്നെ പോലെയൊന്നും കേട്ടോ. കുറേ നല്ല മനുഷ്യന്മാരുണ്ട്. അവർ ചിന്തക്ക് വേറെ ലെവലാണ്. അങ്ങനെയൊക്കെ ഉണ്ടെന്നാ? വേറെ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. നമ്മൾ മിടുക്കന്മാരെന്ന് പറയുന്ന കുറച്ച് മനുഷ്യന്മാർ, എന്നെ പോലെയല്ല, ശരിക്കും മിടുക്കന്മാർ. നല്ല ജോലി കിട്ടി, നല്ല പൈസയുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല സ്വത്തുണ്ട്, സെറ്റുണ്ട്, അങ്ങനെ എല്ലാത്തിലും നല്ലതെന്ന് പറയുന്ന ആൾക്കാർ. അബ്ദുൽ കലാം പറഞ്ഞ പോലെ നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാർ, ഉണർന്നിരിക്കുമ്പോൾ പോലും സ്വപ്നങ്ങൾ നല്ലതിനെക്കുറിച്ച് കാണുന്ന ആൾക്കാർ, അവരുടെ ചിന്തയൊക്കെ വേറെ ലെവലായിരിക്കും. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് ഈ ചിന്തയും ശരിയല്ല എന്നാണ്. ഭവതി ഇപ്പം ഇത് എന്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തരണേന്നല്ല നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. പക്ഷെ എൻ്റെ ചിന്ത അതൊന്നല്ല കേട്ടാ. നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്നെ കിട്ടിക്കഴിഞ്ഞാൽ എന്താവുന്നതാണ്, എൻ്റെ ഇത്രയും സമയം കൊണ്ട് ഈ കൊളാക്കിയില്ലേ എന്നല്ല നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് അതൊന്നല്ല. പൂമാല, നോട്ടുഹാർ എന്നിവ കൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തോ, ഞാൻ നമ്പർ തരാം. എല്ലാവരും കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ പൈസ വാങ്ങിക്കണേനൊന്നും എതിരല്ല കേട്ടോ. ഞാനെന്തിനാ ഈ പൈസ വാങ്ങിക്കണേന്ന്? ഇനിയിപ്പോൾ പൈസ വാങ്ങിച്ചിട്ട് സിനിമ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം എന്തെന്നാ ചെയ്യുന്നത്? മദ്യം മയക്കുമരുന്ന് എന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത പിള്ളേരെ കൊണ്ട് വരെ ഇത് കഴിച്ചാൽ കൊള്ളാലോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ പിടിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ സിനിമാക്കാർ. ഇതൊക്കെ കാണുമ്പോൾ എന്തെന്നാ ചിന്തിക്കുന്നത്? ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാണ്ട്, ഈ ചിന്തകളൊക്കെ പൈശാചികമാണ്, നെഗറ്റീവ് എനർജിയുടെ ചിന്തകളാണ്. സീനൊക്കെ ഡാർക്കായി ഇതൊക്കെ കേട്ടിട്ട്. ഇനി കുറച്ച് കളറുള്ള സീനുകൾ ഇറക്കാം. മനുഷ്യൻ നിരാശപ്പെടേണ്ടവനൊന്നല്ല. മനുഷ്യനുണ്ടാക്കി ദൈവം സൃഷ്ടിച്ചെന്ന് സന്തോഷിച്ചിട്ട് എപ്പോഴും ഇരിക്കാനൊന്ന്. അപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ചിരിച്ചിട്ടിരിക്കാൻ എനിക്കെന്താ പ്രാന്താണെന്നാണോ വിചാരിക്കുന്നത്? ഈ പറഞ്ഞത് ഞാൻ പറയുന്നതല്ല, ബൈബിള് പറയുന്നതാണ്. യാക്കോബ് സ്ലേഹ എഴുതിയ പുസ്തകത്തിൽ 1-ാം അധ്യായം 11-12 വാചകങ്ങൾ നമുക്ക് വായിക്കാം. സൂര്യൻ ഉഗ്രപ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിന് ഉണക്കിക്കളയുന്നു, സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ധനികനും തൻ്റെ ഉദ്യമങ്ങൾക്കിടയ്ക്ക് മങ്ങിമറഞ്ഞു പോകും. ഒരു പുല്ല് ഉണങ്ങിപ്പോണ പോലെ നമ്മുടെ ജീവിതം അത്രയ്ക്കുള്ളൂ. ഇവിടെയാണ് ട്രിക്കിയായിട്ട് ജെൻസി പിള്ളേരടക്കം പെട്ടുപോകുന്ന ഒരു സംശയം വരാം. കാരണം ജെൻസി പിള്ളേരൊക്കെ പറയും, നമ്മൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കണേ, പുല്ല് പോലെയാണ്, ഇതുപോലെ വാടിപ്പോകുന്ന ജീവിതം നമ്മൾ എൻജോയ് ചെയ്തല്ലേ ജീവിക്കണ്ടേ, എന്തിനാ ഇത്ര കഷ്ടപ്പെടണം, ആർക്ക് വേണ്ടിയിട്ട് ഈ മരിച്ച് പണിയെടുക്കണേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അവിടെ ദൈവം ഇറക്കുന്നൊരു ഓഫറുണ്ട്. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും ആമസോണിലായാലും ഡീൽസും ഓഫറുകളും നമ്മൾ തപ്പി നടക്കാറില്ലേ? അതുപോലെ ദൈവം പറയുന്ന ഒരു വലിയ ഓഫറാണ് 12-ാമത്തെ സെൻറ്റൻസിൽ വരുന്നത്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. പണിയെടുക്കാതിരിക്കാനായിട്ട് ഒരു റീസണും പറയാനില്ല. കാരണം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിത്യജീവൻ തരാമെന്നാണ് പറയുന്നത്, ജീവൻ്റെ കിരീടം തരാമെന്നാണ് പറയുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. 37-ാമത്തെ അധ്യായം 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്പീറ്റേഷൻ കാണാൻ പറ്റും. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും സസ്യം പോലെ വാടുകയും ചെയ്യും. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക. അപ്പം നല്ലത് ചെയ്യാതിരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും പാടില്ല എന്ന് ചുരുക്കം. നല്ല പ്രവൃത്തികൾ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, കൊക്കിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം. ന്യൂ ആയിട്ട് വായിക്കാം. അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. നമ്മളുടെ സന്തോഷമാണ് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി. മനുഷ്യർ ദുഃഖിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതിനു വേണ്ടിയിട്ട് അവിടെ നിന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അപ്പോൾ എല്ലാവരും എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരും. ദൈവം എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാമെന്ന് പറയുന്നില്ല. നമുക്ക് നല്ല ആഗ്രഹങ്ങളാണുള്ളത്, നമുക്കത് അത്യാവശ്യമാണെങ്കിൽ ദൈവം സാധിച്ചു തരും. നമ്മൾ സന്തോഷമായിട്ട് ഇരുന്ന് ചെയ്യാൻ മതി. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണം. നമ്മൾ ഒരു കാര്യം ചെയ്യാണ്ട് ദൈവം സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കുക. ഓരോ വേദനയുടെ സമയങ്ങൾ, സഹിക്കേണ്ട സമയങ്ങൾ ഒക്കെ വരുമ്പോൾ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. നിൻ്റെ ജീവിതം കർത്താവിനെ പരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്ന് നോക്കിക്കോളും. നമ്മൾ പ്രശ്നങ്ങളോട് പറയാം, ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല, ദൈവം നോക്കിക്കോളും, ഇതൊക്കെ തീർക്കാനായിട്ട് എനിക്ക് ദൈവമുണ്ട്. പ്രശ്നങ്ങളോട് നമ്മൾക്ക് പറയേണ്ട ഒരേ ഒരു കാര്യമാണ്, ഇതൊക്കെ നോക്കാൻ ദൈവമുണ്ട്, ഇതൊന്നും എന്നെ വേദനിപ്പിക്കില്ല. ഇനി ജോബിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ ഇതിൻ്റെ തന്നെ വേരിയേഷനായിട്ട് വരുന്നുണ്ട്.
അവൻ പുഷ്പം പോലെ വിടരുന്നു, കുഴിഞ്ഞു പോകുന്നു. അവൻ നിഴൽ പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. ഇതിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു പൂവ് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പൂവ് വിടരും. ഇന്നൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നാളെ വേറൊരു പൂമട്ടുണ്ടാവും, അത് വിടരുകയും ചെയ്യും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. ഒരു പൂവ് വാടിയെന്ന് ഓർത്തിട്ട് എത്ര പേര് വിഷമിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഇരിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. നമ്മളെ പറ്റിക്കും, നമ്മളെ കുറ്റം പറയും, നമ്മളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മൾ പറയാ, ഈ പൂവ് വാടിക്കോട്ടെ, എനിക്ക് നാളെ വേറെ പൂവ് വിരിയുമല്ലോ. പ്രശ്നങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ഒന്ന് സിമ്പിളായിട്ട് എടുക്കുക ലൈഫിനെ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും പേടിക്കുന്ന ഒരു പ്രശ്നം എന്തെന്നാൽ മരിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ മരിച്ചു പോയാൽ തന്നെ അതൊരു പ്രശ്നമില്ലയെന്ന്. ഇങ്ങനെ ഇരിക്കുന്ന ആളുടെ അടുത്ത് എന്ത് നെഗറ്റീവ് ചിന്ത കൊണ്ടുവരാനാണ്? അപ്പോൾ പൈശാചികമായ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. പേടിച്ച് ഓടിയാൽ ഒളിക്കാൻ കാടില്ല എന്ന് പറയില്ലേ? നമ്മൾ പേടിച്ച് ഓടണ്ട, ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പ്രശ്നങ്ങളൊക്കെ പേടിച്ച് നമ്മളെ പേടിച്ച് ഓടണം. നമ്മൾ പെർമനൻ്റ് അല്ലെങ്കിലും ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ പെർമനൻ്റ് ആയിട്ടുണ്ട്. അതാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമായിട്ട് എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്, ഒരു ഗുഡ്നെസ് ഉണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്. ആ വചനത്തിന് തകർക്കാൻ ആർക്കും പറ്റില്ല. ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഏറ്റവും പ്യുവറായിട്ടുള്ളൊരു സ്പിരിറ്റ് ഉണ്ട്. എല്ലാ സമയത്തും നമ്മളോട് പറയില്ലേ, ഇതാണ് കറക്റ്റ്, ഇത് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കില്ലേ? ആ ഒരു വചനം, ആ നന്മയുടെ വചനം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പിന്നെ എല്ലാം കളറാന്നേ. സീനിപ്പോൾ പെഡയായില്ലേ?